ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം ശ്രീവിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മജ്ഞാനാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മജ്ഞാനാമൃതം ഹരിനാമ സങ്കീർത്തനം പാടി ലോകത്തിൽ ഹരിയുടെ കരുണ കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ ഭാഗവതാമൃതം ജീവാമൃതം ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാലാഴിയിൽ പള്ളി കൊള്ളുന്ന ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാഞ്ചജന്യം മുഴക്കി ഗീതാമൃതം പൊഴിച്ച കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ വിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം വേദസാരാമൃതം ഭാഗവതാമൃതം നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ജയതി തേധികം ജന്മനാ വ്രജ ശ്രയത ഇന്ദിരാ ശശ്വതത്ര ഹി ദയിതദൃശ്യതാം
ദിക്ഷു താവകാഹ ത്വയി ധൃദാസവ ത്വാം വിജിന്വദേ ന ഖലു ഗോപികാ നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക് വിഘനസാർത്ഥിതോ വിശ്വഗുപ്തയേ സഖ ഉദയിവാൻ സാത്വതാം കുലേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ആശാസു ശീതളതരാസു പയോദതോയൈഃ ആശാസിതാപ്തി വിവശേഷു സജ്ജനേഷു നൈശാകരോദയവിധോ നിശിമധ്യമായാം ക്ലേശാപഹ ത്രിജഗദാം ത്വമിഹാവിരാസീഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, ഏവർക്കും സാദര നമസ്കാരം. ഭാഗവത അമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഭാഗവത അമൃതത്തിലൂടെ ദശമസ്കന്ധത്തിലെ ശ്രീകൃഷ്ണ അവതാരം കഴിഞ്ഞ ഉടനെയുള്ള രംഗത്തിലേക്കാണ് കടക്കുന്നത്. ഭഗവാന്റെ പൂർണ്ണ പുണ്യാവതാരം കഴിഞ്ഞു. ആക്കം പൂണ്ടഷ്ടമീ രോഹിണി ഒരുമ കലർന്നോരു നാൾ അർദ്ധരാത്രോ ചൊൽക്കൊള്ളും ചിങ്ങമാസേ മുഴുമതിയുമുദിക്കുന്ന മുഖ്യേ മുഹൂർത്തേ തൃക്കൈയിൽ ശംഖുചക്രാംബുജ ഗദകൾ ധരിച്ചോരു ബാലസ്വരൂപം തക്കത്തിൽ ദേവകിക്കും കണവനുമണയേ ദർശിതം കൈ തൊഴുന്നേ. ചരിതവിശ്രുതം വാമനാകൃതിം പരമപൂരുഷം യാഗസാധകം പരപദപ്രദം പാപനാശകം ഗുരുമരുൾ പുരാധീശം ആശ്രയേ. സർവേശ്വരനായ ഭഗവാൻ കംസന്റെ കാരാഗൃഹത്തിൽ അഷ്ടമി രോഹിണി രണ്ടും ചേർന്ന സുദിനത്തിൽ അർദ്ധരാത്രി സമയത്ത് അവതരിച്ച അവതാരരംഗം
ശംഖുചക്ര ഗദാംബുജകൾ ധരിച്ച ബാലസ്വരൂപം ആ കൃഷ്ണാവതാരം പൂർണ്ണ പുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാനിലയനം അമൃതസ്യന്ത സന്തോഹം അന്തസിഞ്ചൽ സഞ്ചിന്തഗാനാം വപുരനുകലയേ മാരുതാകാരനാഥ. ഈ ഒരു സ്വരൂപത്തെ ദേവകി വസുദേവന്മാർ കണ്ടു. ശ്രീഹരി ഭഗവാൻ, സാക്ഷാൽ ശ്രീഹരി പുത്രനായിട്ട് പിറന്നിരിക്കുന്നു എന്ന് കണ്ട് വിസ്മയത്താൽ മതിമറന്ന് ആ സന്തോഷത്തിൽ വസുദേവർ ബ്രാഹ്മണർക്ക് ദാനധർമാദികൾ ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ചു. കാരാഗൃഹത്തിൽ നിന്ന് അത്രേ സാധിക്കുള്ളൂ. സന്തോഷ സമുദ്രത്തിൽ കുളിച്ച് ദാനധർമ്മങ്ങൾ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ദാനം, ധർമ്മം, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ സ്നാനം ചെയ്യണം. ഇവിടെ സന്തോഷ സമുദ്രത്തിൽ കുളിച്ച് മാനസികമായിട്ടുള്ള സമർപ്പണം ചെയ്തു. സാധിക്കുന്ന കാലത്ത് ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം എന്ന് പ്രാർത്ഥിച്ചു. കൃഷ്ണാവതാരോത്സവ സംഭ്രമോസ്പൃശൻ മുദാ ദ്വിജേഭ്യോയുധമാപ്ലുതോ ഗവാം അഥൈനമസ്തൗദവധാര്യ പൂരുഷം പരം നദാംഗകൃതധീകൃതാഞ്ജലി സ്വരോജിഷാ ഭാരതസൂതികാഗൃഹം വിരോചയന്തം ഗതഭീ പ്രഭാവവിൽ. സൂതികാഗൃഹത്തെ, അതായത് ആ ജയിലറയെ, അവിടെയാണല്ലോ പ്രസവിക്കുന്നത്, ആ പ്രസവഗൃഹം ജയിലറയാണ്. ആ ജയിലറയെ, ഇരുട്ടറയെ പ്രകാശമാനമാക്കിക്കൊണ്ട് വാഴുന്ന പൈതൽ, ആ ഉണ്ണി, ആ ബാലകം പരമപുരുഷൻ തന്നെയാണ്, സാക്ഷാൽ പുരുഷോത്തമൻ തന്നെയാണ് എന്നുറച്ച് ശുദ്ധഭാവത്തോടെ നമസ്കരിച്ച് സ്തുതിച്ചു വസുദേവർ പ്രാർത്ഥിക്കുന്നു കുറേ ശ്ലോകങ്ങൾ കൊണ്ട്. ആ വസുദേവരുടെ സ്തുതിയാണ് കുറേ ശ്ലോകങ്ങൾ. പിന്നീട് ദേവകീദേവി ആ ഭഗവാനെ, ചതുർബാഹുവായിട്ടുള്ള ആ ഭഗവാനെ ദേവകീദേവി സ്തുതിക്കുകയാണ്. മഹാപുരുഷ ലക്ഷണത്തോടുകൂടി മുന്നിൽ പ്രത്യക്ഷമായിരിക്കുന്ന ആ ഭഗവാനെ അഥൈനമാത്മജം വീക്ഷ്യ മഹാപുരുഷലക്ഷണം ദേവഗീതമുപാധാവൽ കംസാൽഭീത ശുചിസ്മിത. ദേവകി അത്യധികം നിർമ്മലമായ ഹൃദയത്തോടുകൂടി ശ്രീകൃഷ്ണനെ സ്തുതിക്കുന്ന രംഗം. ദേവക്യുവാച, ദേവകി പറഞ്ഞു, രൂപം യത്തൽ പ്രാഹുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതിർനിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാത് വിഷ്ണു അധ്യാത്മദീപ. അചിന്യവും സർവവ്യാപിയും സ്വയം പ്രകാശകവും നിർഗുണവും നിർവികാരവും നിർവിശേഷവും നിഷ്ക്രിയവും ബുദ്ധ്യാദി സാക്ഷിയും സത്താമാത്രവുമായ സാക്ഷാൽ ഭഗവാൻ വിഷ്ണുവാണ് അവിടുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിക്കുകയാണ്. മനുഷ്യൻ ഒരു സ്തുതിയിലൂടെ പറയുകയാണ് ദേവകീദേവി, മനുഷ്യൻ
മൃത്യു വ്യാളഭീതീർന്നു കിട്ടാനെങ്ങും പാഞ്ഞും രക്ഷ കിട്ടാതൊടുക്കം ഭാഗ്യത്താൽ നിഞ്ചേവടിത്താരണത്താൽ മോദിച്ചിടും മൃത്യു തീണ്ടാതെ നൂനം. ത്വൽപാദാബ്ജം. മനുഷ്യർ പലതരത്തിലുള്ള ഭയങ്ങളിൽപ്പെട്ട് ഉഴലുന്നവർ ആ ഭയങ്ങളിൽ നിന്നൊക്കെ മോചനം നേടുന്നതിന് വേണ്ടിയിട്ട് പലയിടത്തും സഞ്ചരിച്ചിട്ടും അതിൽ നിന്നൊരു മോചനം കിട്ടുന്നില്ല. ആ ഭയത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കാതെ ഒടുവിൽ ഏതോ ജന്മസുഹൃതം കൊണ്ട് ഭാഗ്യം കൊണ്ട് ത്വൽപാദാബ്ജം അങ്ങയുടെ പാദാബ്ജങ്ങളെ പ്രാപ്യ എതിർച്ചയാദ്യ യാദൃച്ഛികമായിട്ട് ആ പാദാരബിന്ദങ്ങളെ ആശ്രയിക്കാൻ ഇടവരുന്ന സമയത്ത് സ്വസ്ഥശേതേ മൃത്യുരസ്മാദപൈതി സന്തോഷം, ആ മൃത്യു തീണ്ടാതെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു. ഭഗവാന്റെ പാദത്തിൽ നമ്മൾ ആരംഭിച്ച മൃത്യുഭയം ഇല്ല, മറ്റുള്ള ഒരു തരത്തിലുള്ള ഭയങ്ങളുമില്ല. അങ്ങനെയുള്ളതായ ആ ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളതാണ് ഇവിടെ അഭികാമ്യമായിട്ട് പറയുന്നത്. ശംഖചക്ര ഗദാപത്മ ചതുർഭുജ വിരാജിതം, ഈ അലൗകിക രൂപം ഇവിടെ പറയുകയാണ്. ഉപസംഹര വിശ്വാത്മൻ അതോ രൂപം അലൗകികം ശംഖചക്ര ഗദാപത്മശ്രിയാജുഷ്ടം ചതുർഭുജം. ശംഖചക്ര ഗദാപത്മശ്രീയ ആകുന്ന അവിടുത്തെ സ്വരൂപമുണ്ടല്ലോ, ആ സ്വരൂപം ഭഗവാനെ ഈ അലൗകികമായിട്ടുള്ള രൂപം അല്ലയോ വിശ്വാത്മാവേ അവിടുന്ന് ഉപസംഹരിക്കുക, മതിയാക്കുക. എന്നിട്ട് ഒരു സാധാരണ മനുഷ്യക്കുട്ടിയുടെ സ്വരൂപത്തിലേക്ക് എത്രയും പെട്ടെന്ന് വരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു. ഇത് കേവലം നാട്യമാണ്. ഈ സമയത്ത് ഭഗവാൻ ദേവകി വസുദേവരോടായിട്ട് പറയുന്ന ഭഗവാന്റെ ആദ്യത്തെ വാക്കുകൾ ത്വമേവ പൂർവസർഗേ ഭൂപൃഷ്ണിസ്വായം ഭുവേ സതി. സുതപസ് എന്ന പേരിൽ മുൻപ് ഞാൻ ഇതേ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ മറ്റൊരു പേരിൽ പൃഷ്ണി എന്നൊക്കെയുള്ള പേരിൽ അന്ന് അറിയപ്പെട്ട സമയത്ത് ഞാൻ നിങ്ങൾക്ക് പുത്രനായിട്ട് ജനിച്ചിട്ടുണ്ട്. പിന്നീട് വീണ്ടും ഞാൻ നിങ്ങൾക്ക് മുമ്പ് ജനിച്ചപ്പോൾ പൃഷ്ണിഗർഭ ഇതിശ്രുത പൃഷ്ണിഗർഭൻ എന്ന പേരിൽ അറിയപ്പെട്ടു. പിന്നീട് ഞാൻ കശ്യപൻ അതിഥി കശ്യപന്മാരുടെ പുത്രനായിട്ട് കശ്യപ പ്രജാപതിയുടെയും അതിഥി ദേവിയുടെയും പുത്രനായിട്ട് ജനിച്ചു. ഉപേന്ദ്ര ഇതി വിഖ്യാതോ ഉപേന്ദ്രനായിട്ട് ലോകത്തിൽ അറിയപ്പെടുന്ന തരത്തിൽ ജനിച്ചു. വാമനത്വാച്ച വാമന ഉയരം കുറഞ്ഞിട്ടുള്ള ആ ശരീരത്തോടു കൂടി വാമനനായിട്ട് അറിയപ്പെട്ടു. ഇതൊക്കെ മറ്റ് ജന്മങ്ങളിൽ ഉള്ള വിശേഷമാണെങ്കിൽ ഈ ജന്മത്തിൽ ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഒരു പുത്രത്വം തന്നിരിക്കുകയാണ്. നിങ്ങളുടെ പുത്രനായിട്ട് ഞാൻ വീണ്ടും ജനിച്ചു. ഈ ജന്മത്തിൽ നിങ്ങൾ എന്നെ കൊച്ചു കുട്ടിയായിട്ടോ അതായത് പുത്രനായിട്ടോ മോനായിട്ട് എന്നൊക്കെ പറയുന്നില്ലേ നമ്മൾ, ഏത് ഭാവത്തിലായാലും വിരോധമൊന്നുമില്ല. ഉണ്ണിയായിട്ട് നിങ്ങളെന്നെ കണ്ടോളൂ. അല്ലെങ്കിൽ ബ്രഹ്മമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കാണാം. യുവാ മാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകർ ചിന്തയന്തോ കൃതസ്നേഹോ യാസ്യേതേ മദ്ഗതിം പരാം. കുട്ടിയായിട്ടാണെങ്കിലും ബ്രഹ്മമായിട്ടാണെങ്കിലും ഈ ജന്മത്തിൽ നിങ്ങൾ എന്നെ ആശ്രയിച്ചോളൂ, നിങ്ങൾക്ക് ഞാൻ മോക്ഷം തരുന്നുണ്ട്. നിങ്ങൾ ചോദിച്ചാലും ഇല്ലെങ്കിലും ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തു? മോക്ഷം തരും, ഉറപ്പാണ്, ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമില്ല എന്ന് അച്ഛനും അമ്മയ്ക്കും ആ സ്വരൂപത്തിൽ തന്നെ
ദർശനം കൊടുത്ത സ്വരൂപത്തിൽ തന്നെ ദാ പറഞ്ഞു. ഭഗവാന്റെ അമൃതമൊഴികൾ കേട്ടപ്പോൾ ആകെ മനസ്സിനും ഒക്കെ ഒരു കുളിർമയുണ്ടായി, മനസ്സിന് ശാന്തി ഉണ്ടായി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾക്ക് കംസനെ പേടിയുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഓടി വരുന്നത് ആ കംസനോട്, അതായത് കംസനുമായിട്ടുള്ള ബന്ധവും ആ ഭയവുമാണല്ലോ. 8ാമത്തെ കുട്ടിയായ ഈ ഉണ്ണിയെ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നുള്ള ഭയമായിരിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞു, കംസനെ ഭയമുണ്ടെങ്കിൽ അവിടെ തരിഹി മാം ഗോകുലം നയ, എന്നെ ഗോകുലത്തേക്ക് കൊണ്ടുപോയിക്കോളൂ. ഗോകുലം നയ, ഗോകുലം എന്ന് പറഞ്ഞാൽ നന്ദഭവനമുള്ള അമ്പാടി, അവിടത്തേക്ക് കൊണ്ടുപോയിക്കോളൂ. മന്മായാമാനയാശുത്വം യശോദാഗർഭസംഭവം, യശോദയുടെ സംഭവയായിട്ട് യശോദയുടെ ഗർഭത്തിൽ ജനിച്ചിട്ടൊരു കുട്ടി അവിടെ ഉണ്ടാകും, ഒരു പെൺകുട്ടി. ആ കുട്ടിയെ എടുത്തു കൊണ്ടുവന്നോളൂ, എൻ്റെ സഹോദരിയായിട്ട് അവിടെ ജനിച്ചിട്ടുണ്ടാവും. ആ കുട്ടിയെ എടുത്തു കൊണ്ടുവന്ന് ഇവിടെ കിടത്തിക്കോളൂ, ബാക്കി കാര്യങ്ങളൊക്കെ എൻ്റെ സങ്കല്പം പോലെ നടക്കുള്ളൂ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഈ ഉണ്ണി അതിസുന്ദരമായ മന്ദഹാസത്തോടുകൂടി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന നീലമാനുഷ ബാലവേഷത്തിലാണ്. ഒരു പിറന്ന കുട്ടി, ജനിച്ച ഉടനെയുള്ള കുട്ടി എങ്ങനെയാണോ ഉണ്ടാവുക, ആ ഒരു ഭാവത്തിൽ കൈകാലിട്ടടിച്ച് കളിച്ച് ചിരിച്ചുകൊണ്ട് ആ ജയിലിൽ ഒരു മാനുഷ ബാലവേഷത്തിൽ കണ്ടു. ദിവ്യങ്ങളായിട്ടുള്ള തൻ്റെ വിഭൂതികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ബഭൂവ സദ്യോ, പെട്ടെന്ന് തന്നെ പിത്രോ സംപശ്യതോ, അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേ ബഭൂവ പ്രാകൃത ശിശു, മാനുഷക്കുട്ടിയായി അങ്ങനെ കൈകാലിട്ട് അടിച്ചു പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നു. ദേവകീദേവി ആ ഉണ്ണിയെടുത്തു മാറോട് ചേർത്തു. ഇനി അധികം വൈകേണ്ടതില്ല, വാക്കുകൾ പാലിക്കണം എന്നുള്ള നിലക്ക് ആ വസുദേവരെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. ദേവകി ദേവി മാറോട് ചേർത്ത് അമ്മയുടെ ആ ഒരു വാത്സല്യം, മാതൃവാത്സല്യം ഏറ്റെടുത്ത ഉണ്ണിയാണ് വസുദേവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഇവിടെ പറയുന്നത് വസുദേവരെ ഈ വാക്കുകൾ ദേവകീദേവി ആ ഉണ്ണിയെ മാറോട് ചേർത്ത് പിന്നെ വസുദേവരിങ്ങോട്ട് കയ്യിലെടുക്കുന്ന സമയത്താണ് തതശ്ച ശൗര്യർ ഭഗവൽ പ്രചോദിത സുതം സമാദായ സസൂതികാഗൃഹാൽ യഥാ ബഹിർഗന്ധുമിയേഷ തരിഹ്യജാ യാ യോഗമായ ജനിനന്ദജായയാ. ഈ എപ്പോഴാണോ വസുദേവർ അവിടെയുള്ള മനോഹരമായൊരു പട്ടുവസ്ത്രം, ആ വിരിക്കാനുണ്ടായ പട്ടുവസ്ത്രം മടക്കി കയ്യിൽ വെച്ച് ആ ഉണ്ണിയെ അതിൽ കിടത്തിയിട്ട് കയ്യിലേക്ക് ഇതാ അങ്ങനെ കിടത്തി ചേർത്തങ്ങനെ പിടിക്കുന്നു. ആ സമയത്ത് വസുദേവരെ ഉണ്ണിയെടുത്ത സമയത്ത് അവിടെ അമ്പാടിയിൽ യശോദയുടെയും നന്ദഗോപരുടെയും പുത്രിയായിട്ട് ഒരു പെൺകുട്ടി ജനിച്ചിരുന്നു. പക്ഷെ ആ ജനിച്ചത് ഈ സമയത്താണ്. അപ്പോഴത്തന്നെ ആ പെൺകുട്ടി യോഗമായയാണ്. ആ യോഗമായ എല്ലാവരെയും മായയിൽ മോഹിപ്പിച്ചു. എല്ലാവരും ഗാഠനിദ്രയിലായി. ആ സമയത്ത് അമ്പാടിയിലുള്ള സകല ജനങ്ങളും വഴിയിലുള്ളവരും ഒക്കെ എല്ലാവരും ഉറക്കലാണ്. അത് ഗാഠനിദ്ര തന്നെയാണ്. രാത്രി 12 മണിക്ക് എല്ലാവരും ഉറങ്ങുന്നതാണ്. പക്ഷേ അറിയാത്ത തരത്തിൽ എന്തൊക്കെ ബഹളം കേട്ടാലും അറിയാത്ത തരത്തിലുള്ള ഗാഠനിദ്രയിലേക്ക് എല്ലാവരെയും യോഗമായി ലയിപ്പിച്ചു. കാവൽക്കാർ പുറത്ത്, ഈ കാരാഗൃഹത്തിൻ്റെ പുറത്തും അവിടെ കൊട്ടാരത്തിന് വെളിയിലുള്ളവരും എല്ലാം ഉറക്കിലാണ്. ആ യോഗമായി ജനിച്ചതുകൊണ്ട് ഇവിടെ ചില വിശേഷങ്ങളുണ്ടായി. എന്താ, ഇവരുടെ വസുദേവരുടെ കാലിൽ ഉള്ള ചെങ്ങലാ ബന്ധം ഇല്ലാതായി. അതുകൊണ്ട് തന്നെ നടക്കാം എന്ന് തോന്നി. ഈ ഉണ്ണിയെയും ചേർത്ത് വെച്ച് അതാ ആ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി, കാളിന്തിയുടെ തീരത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്, അവിടുന്ന് കുറേ അകലെയാണ് അമ്പാടി ഗോകുലം. ഇറങ്ങാനായിട്ട്
പുറപ്പെട്ട് വാതിൽക്കൽ എത്തുമ്പോഴേക്കും ആ വാതിൽക്കൽ തുറക്കേണ്ട ആവശ്യമില്ല, പൂട്ടിക്കെട്ടിയിട്ടുണ്ടാവും. താനേ തുറന്നു. നോക്കുമ്പോഴേ കുന്തം പിടിച്ചുകൊണ്ട് 2 പേര് കാവൽക്കാർ അറ്റത്തായിട്ട് അങ്ങനെ കുന്തത്തിൽ താടി താങ്ങി ഉറങ്ങുന്ന രംഗം. അവരെ പോലും മായയിൽ മോഹിപ്പിച്ചിരിക്കുന്നു. ചെറുതായിട്ട് മഴ പെയ്യുന്നു. മന്ദം മന്ദം ജലധരാജഗർജുരനുസാഗരം. ചെറുതായിട്ട് മഴ പെയ്യുന്നു. നല്ല ഇരുട്ടാണ്. അഷ്ടമിയുടെ ഭാവത്തിലുള്ള ഇരുട്ടൊക്കെ കാണുന്നു. ജഗർജുരനുസാഗരം. ചെറുതായിട്ട് മേഘം മുഴക്കുന്നു, ഇടിമുഴക്കമുണ്ട്, മഴ പെയ്യുന്നു. ഈ സമയത്ത് സാക്ഷാൽ ആദിശേഷൻ അതാ പിറകിൽ നിന്നും കൊട പിടിച്ചു കൊടുക്കുന്നു. ആ രത്നപ്രകാശം കൊണ്ട് വഴി കാണിച്ചു കൊടുത്തു. മെല്ലെ മെല്ലെ കാളിന്തിയുടെ തീരത്തേക്ക് എത്തുന്നു. ആ കാളിന്തി തീരത്ത് ചിങ്ങമാസത്തിലെ കാളിന്തി കുലങ്കുത്തി ഒഴുകുന്ന കാളിന്തിയാണ്. പക്ഷേ കാളിന്തിക്ക് മനസ്സിലായിട്ടുണ്ട് ഭഗവാന്റെ അവതാരം എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന്. കണ്ണൻ്റെ പ്രിയസഖിയായ കാളിന്തി വിരജ മനസ്സിലാക്കി. ആ ഭഗവാന്റെ വരവ്, അതായത് ഭഗവാൻ ഗോകുലത്തിലേക്ക് എഴുന്നള്ളുന്ന ആ സന്ദർഭത്തിൽ വസുദേവരുടെ കയ്യിൽ ഉള്ള ആ കുട്ടിയുടെ പാദത്തിൻ്റെ അടിഭാഗം കണ്ട പുളകിതഗാത്രയായ കാളിന്തി പെട്ടെന്ന് വഴി മാറിക്കൊടുത്തതുപോലെ ആ സമയത്ത് ആ 2 ഭാഗത്ത് ഓളങ്ങൾ ഉണ്ടാക്കി കടന്നു പോകേണ്ട വഴി ഒന്നൊന്ന് ഒഴുക്കില്ലാതെ വെള്ളം കുറഞ്ഞതുപോലെ ഒന്നിങ്ങനെ ഒരു തോന്നലിങ്ങനെ തോന്നി. വസുദേവർ ഈ ഉണ്ണിയെയും കൊണ്ട് മറുകരയിലേക്ക് കടന്നു. കുറേ അകലെയുള്ള ആ നന്ദഭവനത്തിന് സമീപത്തെത്തി. അവിടെ ഒരു അമ്മ ഈ ഇന്ന് നക്ഷത്രം, അതായത് യശോദാദേവി പ്രസവിക്കുന്ന ഉണ്ണിയുടെ നക്ഷത്രം ഏതാണെന്ന് അറിയുന്നതിന് വേണ്ടി ആകാശത്തിലേക്ക് നോക്കുകയാണ്. മകീര്യമാണോ രോഹിണിയാവണോ എന്താവുക എന്നറിയാൻ വേണ്ടി നോക്കുന്ന സമയത്ത് മുട്ടിന് കൈ കൊടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവർ പോലും അവിടെ ഉറങ്ങിപ്പോയ അവസ്ഥ. അങ്ങനെ എല്ലാവരെയും നിദ്രയിൽ നിദ്രാവിമുദ്രിതം അഥാകൃത പൗരലോകം സകലരെയും ജാതാ തഥാ പശുപസദ്മനിയോഗ നിദ്ര നിദ്രാവിമുദ്രിതമഥാകൃത പൗരലോകം. സകല ജനങ്ങളെയും അമ്പാടിയിലും, അതായത് ആ മധുരാപുരിയിലുള്ള സകല ജനങ്ങളെയും ഗാഠനിദ്രയിൽ യോഗമായി ലയിപ്പിച്ച ആ സന്ദർഭത്തിൽ ഭഗവാനെയും നെഞ്ചോട് ചേർത്ത് കൊണ്ട് നന്ദഭവനത്തിൻ്റെ മുന്നിലേക്കെത്തി മെല്ലെ അകത്ത് കിടന്നു. കൽവിളക്കിൻ്റെ പ്രകാശങ്ങൾ ഇവിടെയൊക്കെ നിറഞ്ഞു കാണുന്നു. ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആ കൽവിളക്കിൻ്റെ സമീപത്ത് തന്നെ മൂടിപ്പുതച്ച് യശോദ കിടക്കുന്നത് ആ മങ്ങിയ വെളിച്ചത്തിൽ കണ്ടു. പക്ഷേ യശോദ എന്താ പ്രസവിച്ചിട്ട് യാതൊന്നും അറിയാതെ ആ ഗാഠനിദ്രയിൽ അങ്ങനെ ലയിച്ചങ്ങനെ കഴിയുകയാണ്. കുട്ടി എന്താണെന്ന് പോലും അറിയാതെ കഴിഞ്ഞുകൂടി. ആ പുതപ്പിന് സമീപത്ത് ഒരു കൊച്ചുകുട്ടി, പെൺകുട്ടി ഇവിടെ കിടക്കുന്നതായിട്ട് മങ്ങിയ വെളിച്ചത്തിൽ കണ്ടു. അവിടെ അതിന് സമീപത്ത് ചേർത്ത് ഈ ഉണ്ണി അവിടെ കിടത്തി. യോഗമായയെ ചേർത്തിങ്ങനെ അവിടെ തന്നെ ചേർത്ത് വെച്ച് ഉണ്ണിയെ ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നു. എനിക്ക് എന്നാണോ ഈ കാരാഗ്രഹത്തിൽ നിന്ന് മോചനം നേടി ഉണ്ണിയെ കാണാൻ സാധിക്കുക അറിയില്ലല്ലോ എന്ന് വളരെയധികം വിരഹവേദനയോട് കൂടിയിട്ട് വിട്ടുപിരിയുകയാണ് അവിടുന്ന്. അപ്പോഴെ തന്നെ മനസ്സിൽ പ്രാർത്ഥിച്ചു, ഞാൻ കുട്ടിയുടെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് ഈ വാലായ്മ കഴിഞ്ഞ ഉടനെ എനിക്ക് ഇതിൽ നിന്നൊരു മോചനം കിട്ടിയ ഉടനെ ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സുകൊണ്ട് പറഞ്ഞ് അവിടുന്ന് ആ പെൺകുട്ടിയെ എടുത്ത് തിരിച്ചു വരുന്നു. കംസൻ്റെ കാരാഗൃഹത്തിൽ അവിടെ കിടത്തി. ഈ സമയത്ത് യോഗമായയുടെ പ്രഭാവം കൊണ്ട് ആ വാതിലുകളൊക്കെ താനേ അടഞ്ഞു. ചങ്ങലകളൊക്കെ 2 പേർക്കും കാലിൽ ചങ്ങലകളൊക്കെ വന്ന് വീണു. പ്രസവിച്ച കുട്ടി ഇപ്പോൾ അവിടെ പെൺകുട്ടിയായിട്ട് കാണാനുണ്ടാകും. ഈ സമയത്താണ് പെൺകുട്ടി നിലവിളിക്കുന്നു. യോഗമായ ആദ്യമായിട്ട് നിലവിളിക്കുന്നു.
ആ നിലവിളി കാവൽക്കാർ, കംസൻ്റെ ഭൃത്യന്മാർ, ദ്വാരപാലകന്മാർ കേൾക്കുന്നു. കേട്ടതോടുകൂടി പിന്നെ ഒട്ടും താമസമില്ല, കംസനെ വിവരമറിയിക്കുന്നു. കംസൻ ഓടി വരുന്നു, കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്നു, ഓടി അകത്തേക്ക് ചെല്ലുന്നു. തൻ്റെ 8ാമത്തെ ശത്രുവാണ് ആ കുട്ടി, തൻ്റെ അന്തകനാണെന്ന് പേടിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയ കംസൻ ആ കുട്ടിയെ കൊല്ലാനായിട്ട് കാല് രണ്ടും കൂട്ടിപ്പിടിച്ച് മതിച്ച ആന താമരപ്പൊയ്കയിൽ ചെന്ന് നിർദാക്ഷിണ്യം താമര പിടിച്ചു വലിച്ചെടുത്ത് ഊക്കോടുകൂടി അടിക്കുന്നത് പോലെ കംസൻ ഈ പെൺകുട്ടിയെ, ദേവകി തടുക്കുകയൊക്കെ ചെയ്തുവെങ്കിലും ഊക്കോടുകൂടി വലിച്ചെടുത്ത് പുറത്തേക്കൂടി. മറ്റ് 6 കുട്ടികളെയും കൊന്ന കഥ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ പാറക്കിട്ടടിച്ച് കൊല്ലാനായിട്ട് ഊക്കോടുകൂടി അങ്ങനെ ഉയർത്തിയപ്പോൾ ആ കയ്യിൽ നിന്നും വഴുതി മാറി ദേവി ആകാശമാർഗത്തിൽ ദർശനം കൊടുത്തു. 8 കൈകളോടുകൂടി ആകാശമാർഗത്തിൽ ദർശനം കൊടുക്കുന്ന ആ രംഗം, യോഗമായ അവതാരം. വസുദേവൻ ഭഗവാനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകാൻ ആഗ്രഹിച്ച ആ ഒരു സമയത്താണ് നന്ദഗോകുലത്തിൽ പത്മനാഭ സഹോദരിയായിട്ടുള്ള വിഷ്ണുവിൻ്റെ അനുജയായിട്ടുള്ള സാക്ഷാൽ ജഗദംബിക ദേവകാര്യത്തിന് വേണ്ടി അവിടെ ജനിച്ചതെന്നും ഈ അധ്യായത്തിലൂടെ പറഞ്ഞുകൊണ്ട് ഈ ശ്രീകൃഷ്ണ അവതാര അധ്യായം നമ്മളിവിടെ സമർപ്പിക്കുകയാണ്. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷാഃ. ഓ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം. ശ്രീഭാഗവതാമൃതം ജീവാമൃതം, ശ്രീ വിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം, വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം, ഭാഗവതാമൃതം ജീവാമൃതം, വേദസാരാമൃതം.